Divisional Accountant Officer Important Questions Chapter 4 Part 4 Promissory Note. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ വരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അടുത്ത ഇൻസ്ട്രുമെൻ്റാണ് എന്ത്? പ്രോമിസറി നോട്ട്. അപ്പം നമുക്ക് ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോമിസറി നോട്ടിനെ പറ്റിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 51. വാട്ട് യു മീൻ ബൈ പ്രോമിസറി നോട്ട്? പ്രോമിസറി നോട്ട് എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. The debtor give it to the creditor a promise in writing to pay a certain sum of money either on demand or at the fixed future date. അപ്പം പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം A എന്ന് പറയുന്നത് എന്താണ്? ഒരു സെല്ലറാണ്. ബി എന്ന് പറയുന്നത് ഒരു ബയ്യറാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താ പഠിച്ചത്? പ്രോമിസറി നോട്ടല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് പഠിച്ചത്? ആരെഴുതി ആർക്ക് കൊടുക്കുന്നു? സെല്ലർ എഴുതി ബയ്യർക്ക് കൊടുക്കുന്നു എന്നല്ലേ പഠിച്ചത്. അപ്പം ക്രെഡിറ്റർ എഴുതി ഡെറ്റർക്ക് കൊടുക്കുന്നു, ഡെറ്റർ അത് അക്സെപ്റ്റ് ചെയ്ത് തിരിച്ച് സെല്ലർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഡെറ്ററാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രോമിസ് നടത്തുന്നത്. അപ്പോൾ ഡെറ്ററാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഡെറ്റർ ഗീവ് ഇറ്റ് ടു ദ ക്രെഡിറ്റർ. ഡെറ്റർ മീൻസ് ബയ്യർ. ബയ്യറാണ് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റർക്ക് ഒരു പ്രോമിസ് കൊടുക്കുന്നത്. സെല്ലർക്ക് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ഒരു സെർട്ടൺ സം ഓഫ് മണി ഒരു സെർട്ടൺ പീരീഡിൽ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഫ്യൂച്ചർ പീരീഡിൽ അടച്ചു തീർത്തുകൊള്ളാം അല്ലെങ്കിൽ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്ത് എഴുതി കൊടുക്കുന്നത് ആരാണ്? ഡെറ്ററാണ്. ഡെറ്റർ മീൻസ് ആരാണ്? ബയ്യറാണ് നമ്മുടെ ഇവിടെ പ്രോമിസറി പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വാട്ട് യു മീൻ ബൈ പ്രോമിസറി നോട്ട് എന്ന് വെച്ചാൽ ഇത് ഡെറ്റർ മീൻസ് ബയ്യർ. ഡെറ്റർ ഗീവ് ഇറ്റ് ടു ദ ക്രെഡിറ്റർ. സെല്ലർക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. എ പ്രോമിസ് ഇൻ റിട്ടേൺ റൈറ്റിംഗ് ടു പേ എ സെർട്ടൺ സം ഓഫ് മണി എയ്തർ ഓൺ ഡിമാൻഡ്. ഒന്നെങ്കിൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ ക്രെഡിറ്റർ ഡിമാൻഡ് ചെയ്യുമ്പോൾ കൊടുത്തുകൊള്ളാം, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഫ്യൂച്ചർ ഡേറ്റ് അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കും പ്രോമിസറി നോട്ടിൽ. അപ്പം പ്രോമിസറി നോട്ട് ഈസ് ഓൾസോ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ്. ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് പറഞ്ഞേക്കുന്നത്? 52. ഇൻ പ്രോമിസറി നോട്ട് എ പ്രോമിസി ഈസ് സൈൻഡ് ബൈ ദ ഡെറ്റർ ആൻഡ് ഈസ് ഹാൻഡഡ് ഓവർ ടു ദ ക്രെഡിറ്റർ. അപ്പോൾ പ്രോമിസറി നോട്ടിൽ ഞാൻ പറഞ്ഞു പ്രോമിസറി നോട്ടിൽ പ്രോമിസ് ചെയ്യുന്ന ആരാണ്? ഡെറ്ററാണ്. പ്രോമിസ് ചെയ്ത് ഡെറ്റർ സൈൻ ചെയ്ത് കൊടുക്കുവാണ്. ഡെറ്റർ തന്നെ പ്രിപ്പയർ ചെയ്ത് ഡെറ്റർ തന്നെ സൈൻ ചെയ്ത് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു? ക്രെഡിറ്റർക്ക് മീൻസ് സെല്ലർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. 53. വെൻ എ പേഴ്സൺ ഗീവ് എ പ്രോമിസ് ഇൻ റൈറ്റിംഗ് ടു പേ എ സർട്ടൺ സം ഓഫ് മണി അൺകണ്ടീഷണലി ടു എ സർട്ടൺ പേഴ്സൺ or according to his order, the document is called പ്രോമിസറി നോട്ട്. അപ്പം നമ്മൾ പഠിച്ചത് തന്നെയാണ്. പ്രോമിസറി നോട്ടിൻ്റെ ഒരു മീനിങ് തന്നെയാണ് പറയുന്നത്. ഒരു പേഴ്സൺ എന്ത് ചെയ്യുവാണ്? പ്രോമിസ് കൊടുക്കുവാണ്. എഴുതിയാണ് കൊടുക്കുന്നത്. എഴുതിയോ ടൈപ്പ്. കാരണം ഇത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയൊക്കെ ആയതുകൊണ്ട് ഇതൊരു വാലിഡ് ഡോക്യുമെൻ്റ് തന്നെയാണ്. ടു പേ എ സെർട്ടൺ സം ഓഫ് മണി അൺകണ്ടീഷണലി, കണ്ടീഷൻസ് ഒന്നും വെക്കാതെ ടു പേ എ സെർട്ടൺ പേഴ്സൺ, ഒരു പേഴ്സണിന് അക്കോർഡിംഗ് ടു ഹിസ് ഓർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്കോ ഒരു എമൗണ്ട് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് എഴുതി തയ്യാറാക്കുന്ന ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റാണ് എന്ത്? പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 54. അക്കോർഡിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881, എ പ്രോമിസറി നോട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ്, നോട്ട് ബീയിങ് എ ബാങ്ക് നോട്ട് ഓർ എ കറൻസി നോട്ട്, containing an unconditional undertaking signed by the maker to pay a certain sum of money only to order or of certain person or to the bearer of the instrument. ഇപ്പം ഇതെന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881. അതിൽ സെക്ഷൻസ് ഉണ്ട്. ഈ ആക്റ്റിൽ സെക്ഷൻസ് വരുമല്ലോ. അപ്പോൾ സെക്ഷൻ 4 എന്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പ്രോമിസറി നോട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോമിസറി നോട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സെക്ഷൻ 4 പ്രോമിസറി നോട്ടിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എത്രയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ 5 സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സെക്ഷൻ 4 ഏതാണ്? പ്രോമിസറി നോട്ട്. PSC എക്സാംസ് എപ്പോഴും സെക്ഷൻ ചോദിക്കാറുണ്ട്. ബാങ്കിങ്ങിൻ്റെ, അക്കൗണ്ടിങ്ങിൻ്റെ, ബാങ്കിങ്ങിൻ്റെയൊക്കെ
ഭാഗത്ത് നിന്നും. അപ്പം നമ്മൾ പഠിച്ചു വെച്ചേക്കുക ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ 5 ഇൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881, പ്രോമിസറി നോട്ട് സെക്ഷൻ 4 ഇൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881. അപ്പം ഇവിടെ എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറഞ്ഞേക്കുന്നത്. പ്രോമിസറി നോട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഇൻ റൈറ്റിംഗ്. ഇതെന്താണ്, ഒരു കറൻസിയോ ബാങ്ക് നോട്ടോ അല്ല, നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്, ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് അതിലുണ്ട്. ഒരു കണ്ടീഷനൊന്നും വെക്കാതെ എഴുതി തയ്യാറാക്കുന്നതാണ്. സൈൻഡ് ബൈ, ആരാണ് സൈൻ ചെയ്തേക്കുന്നത്? മേക്കർ. അതായത് മേക്കർ എന്ന് പറയുന്നത് ഇവിടെ ആരാണ് മേക്കർ? ഡെറ്ററാണ് മേക്കർ എന്ന് പറയുന്നത്. ടു പേ എ സർട്ടൺ സം ഓഫ് മണി, ഒരു സം ഓഫ് മണി ഒരാൾക്ക് കൊടുത്തുകൊള്ളാം, അല്ലെങ്കിൽ ഓർഡർ ഇടുവാണ്. ഇൻ ഓർഡർ ടു പേ എ സർട്ടൺ സം ഓഫ് മണി ടു എ പേഴ്സൺ ഓർ ബെയറർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ആ ഇൻസ്ട്രുമെൻറ്റ് ആ സമയത്ത് ആരാണോ കയ്യിൽ ബെയർ ചെയ്തേക്കുന്നത്, കയ്യിൽ വെച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന് ഒരു സർട്ടൺ സം ഓഫ് മണി കൊടുത്തുകൊള്ളാമെന്ന് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അടുത്ത 55, അക്കോർഡിംഗ് ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, എ പ്രോമിസറി നോട്ട് പേയബിൾ ടു ദ ബെയറർ ഈസ് ഇല്ലീഗൽ. Therefore, a promissory note cannot be made payable to the bearer. അപ്പം അക്കോർഡിംഗ് ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെഫിനിഷനിൽ എന്താണ് പറയുന്നത്? പ്രോമിസറി നോട്ട് പേയബിൾ ടു ദ ബെയറർ ഈസ് ഇല്ലീഗൽ ആണെന്നാണ് പറയുന്നത്. Therefore, a promissory note cannot be payable to the bearer. മീൻസ് അത് ആര് കയ്യിലുണ്ട്, ആരുടെ കയ്യിലാണോ കയ്യിലുള്ളത് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു ഇല്ലീഗലായിട്ടാണ്, നോട്ട് ലീഗൽ, ഇറ്റ് ഈസ് ഇല്ലീഗലായിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രോമിസറി നോട്ടിനെ. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് പ്രോമിസറി നോട്ട്. ഫീച്ചേഴ്സ് ഓഫ് പ്രോമിസറി നോട്ട് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ്? കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട് താഴോട്ട്. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് മസ്റ്റ് ബി ഇൻ റിട്ടൺ. അതെന്തായിരിക്കണം? റിട്ടൺ ഫോർമാറ്റിലായിരിക്കണം. റിട്ടൺ മീൻസ് എഴുതി തയ്യാറാക്കിയിരിക്കണം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത ഫോർമാറ്റിലായിരിക്കണം. 2, ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ. ഒരു അൺകണ്ടീഷണൽ, ഒരു കണ്ടീഷൻ ഇല്ലാതെ പേ ചെയ്തു കൊള്ളാം എന്നൊരു നിബന്ധന അതിലുണ്ടായിരിക്കണം. 3, ദ സം പേയബിൾ മസ്റ്റ് ബി സർട്ടൺ. എത്രയാണോ എമൗണ്ട് പേ ചെയ്യാനുള്ളത് അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. 4, ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ മേക്കർ. എഴുതി തയ്യാറാക്കുന്ന ആൾ അതിൽ എന്ത് ചെയ്തിരിക്കണം? സൈൻ ചെയ്തിരിക്കണം. ആരാണ്? ഡെറ്റർ മീൻസ് ബയ്യർ എന്ത് ചെയ്തിരിക്കണം? അതിൽ സൈൻ ചെയ്തിരിക്കണം. 5, ദ മേക്കർ മസ്റ്റ് സൈൻ ഇറ്റ്. മേക്കർ എന്ത് ചെയ്തിരിക്കണം? സൈൻ ചെയ്തിരിക്കണം. 6, ഇറ്റ് മസ്റ്റ് ബി പേയബിൾ ടു എ സർട്ടൺ പേഴ്സൺ. ആർക്കാണോ പേ ചെയ്യാനുള്ള ആ ആളുടെ പേര് അതിൽ ഉണ്ടായിരിക്കണം. ഒരു പേഴ്സണിന് വേണ്ടിയായിരിക്കണം ഇത് എഴുതി തയ്യാറാക്കി പേ ചെയ്യാനുള്ളത്. 7, ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ്. ഇത് എന്ത് ചെയ്തിരിക്കണം? സ്റ്റാമ്പ് ചെയ്തിരിക്കണം. അപ്പം നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. പ്രോമിസറി നോട്ടിൻ്റെ ഒരു ഫോർമാറ്റാണ് ആ സ്ലൈഡിൽ പറഞ്ഞേക്കുന്നത്. അവിടെ എന്താണ്? അശോക് കുമാർ ₹30,000. ഇപ്പുറത്തെ സൈഡിൽ എന്താ സ്ഥലം വെച്ചിട്ടുണ്ട്, ഡേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 3 months ആഫ്റ്റർ ഡേറ്റ് ഐ പ്രോമിസ് ടു പേ ആരൊക്കെയാണ്? ഹരീഷ് ചന്ദ്ര ടു ഓർഡർ എ സം ഓഫ് ₹30,000 ഓൺലി ഓർ ഫോർ വാല്യൂ റിസീവ്ഡ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റാണ്, അങ്ങനെയാണ് അത് ഒരു പ്രോമിസറി നോട്ട് ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടത്. എത്ര മാസത്തിനുള്ളിൽ? 3 months ആഫ്റ്റർ ഐ പ്രോമിസ്ഡ്. ഐ എന്ന് പറയുന്ന ആരാണ്? അശോക് കുമാറാണ്. അശോക് കുമാർ ആർക്ക് പ്രോമിസ് ചെയ്യുവാണ്? ഹാരിഷിന് പ്രോമിസ് ചെയ്യുവാണ്. എത്ര രൂപ? 30,000 rupees കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് 3 monthsനുള്ളിൽ കൊടുത്തുകൊള്ളാം. 3 months ആഫ്റ്റർ, 3 months കഴിഞ്ഞിട്ട് കൊടുത്തുകൊള്ളാം എന്നൊരു പ്രോമിസ് എഴുതി തയ്യാറാക്കുന്നതാണ്. ആരാണ്? അശോക് ആണ് തയ്യാറാക്കുന്നത്. അശോക് ഇവിടെ ആരാണ്? മേക്കറാണ്, മീൻസ് ഡെറ്ററാണ്. എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ? ആർക്കാണ്? ഹാരീഷിൻ്റെ അഡ്രസ്സും പേരും അഡ്രസ്സും വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എന്താ എഴുതി തയ്യാറാക്കിയ മേക്കറുടെ പേരും അഡ്രസ്സും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതെന്ത് ചെയ്യണം? സൈൻ ചെയ്തിരിക്കണം. മേക്കർ സൈൻ ചെയ്തിരിക്കണം, സ്റ്റാമ്പ് ചെയ്തിരിക്കണം. ഇതെല്ലാം ഇത്രയും ഉണ്ടെങ്കിലേ ഒരു വാലിഡ് പ്രോമിസറി നോട്ട് ആവുള്ളൂ. അടുത്ത 57, ഹൗ മെനി പാർട്ടീസ് ഡസ് എ പ്രോമിസറി നോട്ട് ഹാവ്? എത്ര പാർട്ടീസാണ് പ്രോമിസറി നോട്ടിലുള്ളത്? നമ്മൾ പഠിച്ചു 2 parties ആണ്. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എത്ര പാർട്ടികളുടെ കാര്യമാണ് പഠിച്ചത്? 3 പേരാണ്. ആരൊക്കെയാണ്? ഡ്രോയർ, ഡ്രോയി, പേ. ഇവിടെ എത്ര പേരുണ്ട്? പ്രോമിസറി നോട്ടിൽ 2 parties ആണുള്ളത്. ആരൊക്കെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 58, ഹു ആർ ദ 2 parties ഇൻ പ്രോമിസറി നോട്ട്? ആരൊക്കെയാണ് ആ 2 parties? പ്രോമിസറും പ്രോമിസിയും.
പ്രോമിസറും പ്രോമിസിയും. പ്രോമിസർ എന്ന് പറയുന്ന ആരാണ്? ഈ ബില്ല് എഴുതി തയ്യാറാക്കുന്ന മേക്കറെ തന്നെയാണ് ഡ്രോയർ എന്ന് പറയുന്നത്. അടുത്ത പ്രോമിസി ആരാണ്? പ്രോമിസി എന്ന് പറയുന്നത് ഡ്രോയി ആണ്, പൈസ കിട്ടാനുള്ള ആൾ. ഓർ പേയി, ആർക്കാണോ പൈസ, സെല്ലർക്കാണ്. സെല്ലർ മീൻസ് ആരാണ്? ക്രെഡിറ്ററെ തന്നെയാണ് ഡ്രോയി എന്ന് പറയുന്നത്, കാരണം അയാൾക്കാണ് പൈസ കിട്ടാനുള്ളത്. സോ പ്രോമിസി, ഡ്രോയി, പേയ് എന്നൊക്കെ പറയുന്ന ഒരാൾ തന്നെയാണ്. പ്രോമിസർ ആണ് എഴുതി തയ്യാറാക്കുന്നത്. നെക്സ്റ്റ് 59, ദ പേഴ്സൺ ഹൂ മേക്സ് ഓർ ഡ്രോസ് ദ പ്രോമിസറി നോട്ട് ടു പേ എ സർട്ടൺ സം ഓഫ് മണി ആസ് സ്പെസിഫൈഡ് ഇൻ ദ പ്രോമിസറി നോട്ട് ഈസ് കോൾഡ്. ആരാണ് മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്നത്? പ്രോമിസർ ആണ് മേക്കർ ഓർ ഡ്രോയർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹൂ മേക്ക് ഓർ ഡ്രോ ദ പ്രോമിസറി നോട്ട്, ആരാണ്? പ്രോമിസർ. നെക്സ്റ്റ് 60ാമത്തെ ക്വസ്റ്റ്യൻ, ദ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ ദ പ്രോമിസറി നോട്ട് ഈസ് ഡ്രോൺ ഈസ് കോൾഡ്. ആർക്ക് വേണ്ടിയാണ്, ഫേവറായിട്ടാണ് നമ്മൾ പ്രോമിസറി നോട്ട് എഴുതുന്നത്? പ്രോമിസിക്ക് വേണ്ടിയാണ്. പ്രോമിസറി മീൻസ് പേയ് ഓർ ഡ്രോയി. നെക്സ്റ്റ് 61, ഡിഫറൻസ് ബിറ്റ്വീൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിൻ്റെയും ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെയും, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെയും പ്രോമിസറി നോട്ടിൻ്റെയും ഡിഫറൻസ് ആണ് താഴെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എന്താ പറയുന്നത്? ദെയർ ആർ 3 പാർട്ടീസ്. ആരൊക്കെയുണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ? ഡ്രോയർ, ഡ്രോയി, പേയ്. പ്രോമിസറി നോട്ടിൽ എത്ര പേരുണ്ട്? ദെയർ ഈസ് ടു പാർട്ടീസ്, ഓൺലി 2 പാർട്ടീസ്. ആരൊക്കെയാണ്? മേക്കർ ആൻഡ് പേയി. പേയിക്ക് കുറച്ച് പേരും കൂടെ നമ്മൾ പഠിച്ചല്ലോ. പേയി എന്ന് പറയുന്ന ആരൊക്കെയാണ്? പേയി എന്ന് പറയുന്നത് പ്രോമിസിയാണ്, ഡ്രോയി ആണ്. അപ്പം പ്രോമിസർ എന്ന് പറയുന്ന ആളാണ് മേക്കർ, ഡ്രോയർ. സോ 2 പേരാണുള്ളത് മെയിനായിട്ട്. ആരൊക്കെയാണ്? പ്രോമിസറും പ്രോമിസിയും, അല്ലെങ്കിൽ മേക്കറും പേയും. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ആരൊക്കെയുണ്ട്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പേരുണ്ട്, ഡ്രോയർ, ഡ്രോയി, പേയ്. നെക്സ്റ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്രോൺ ബൈ ക്രെഡിറ്റർ അല്ലേ അവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി തയ്യാറാക്കുന്നത്? മീൻസ് സെല്ലർ അല്ലേ എഴുതുന്നത്? പ്രോമിസറി നോട്ടിൽ ആരാണ്? ഇറ്റ് ഈസ് ഡ്രോൺ ബൈ ഡെറ്റർ മീൻസ് ബയ്യർ ആയിരിക്കും അവിടെ എന്തെഴുതി തയ്യാറാക്കുന്നത്? ഡെറ്റർ ആയിരിക്കും പ്രോമിസറി നോട്ട് എഴുതി തയ്യാറാക്കുന്നത്. 3ാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു അൺകണ്ടീഷണൽ ഓർഡർ എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതൊരു ഓർഡർ ഇടുകയാണ്, ഇന്ന ഡേറ്റിൽ പേയ്മെൻറ്റ് ചെയ്യാമെന്ന്. ഇവിടെ എന്താണ്? പ്രോമിസറി നോട്ടിൽ ഇറ്റ് കണ്ടെയ്ൻസ് എ പ്രോമിസാണ് ടു മേക്ക് പേയ്മെൻറ്റ് ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഒരു പ്രോമിസാണ്, പേയിക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. ഏത്? പ്രോമിസറി നോട്ട്. അവിടെ എന്താണ്? ഒരു ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് 4ാമത്തെ പോയിന്റ്, ഇറ്റ് നീഡ്സ് അക്സെപ്റ്റൻസ് ബൈ ദ ഡ്രോയി. അക്സെപ്റ്റൻസ് അവിടെ എന്താണ്? അക്സെപ്റ്റൻസ് വേണം. എന്തിൽ വേണം? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്രെഡിറ്റർ തയ്യാറാക്കി അത് ഡെറ്റർ എന്ത് ചെയ്തിരിക്കണം? അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഇവിടെയോ ഇറ്റ് ഡസ് നോട്ട് നീഡ് എനി അക്സെപ്റ്റൻസ്. ഇവിടെ എന്ത് വേണ്ട? പ്രോമിസറി നോട്ടിലൊരു അക്സെപ്റ്റൻസ് ഒന്നും വേണ്ട. നമ്മുടെ ഡെറ്റർ സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കി സൈൻ ചെയ്ത് ആർക്കും കൊടുക്കുക? സെല്ലർക്ക് കൊടുക്കുക, ക്രെഡിറ്റർക്ക് കൊടുക്കുക. അവിടെ ക്രെഡിറ്റർ അവിടെ സൈൻ ചെയ്യണം അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല പ്രോമിസറി നോട്ടിൽ. കാരണം കടം വാങ്ങിച്ചുകൊണ്ട് പോയ ആൾ എഴുതി, ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ എഴുതി സെല്ലർക്ക് കൊടുക്കുവാണ്, ഞാൻ തന്നുകൊള്ളാം, ഞാൻ അല്ലെങ്കിൽ വാക്കാൽ പറയുകയല്ല, ഒരു പ്രോമിസറി നോട്ടായിട്ട് എഴുതി കൊടുക്കുവാണ്. സോ അവിടെ എന്ത് വേണ്ട? അക്സെപ്റ്റൻസ് വേണ്ട. സെല്ലർ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എന്ത് വേണം? അക്സെപ്റ്റൻസ് വേണം. അപ്പം ഇനി അടുത്ത ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അടുത്ത ഡിഫറൻസ് എന്താണ്? 5ാമത്, ഡ്രോയർ ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡ്രോയർ ആൻഡ് ദ പേയി ക്യാൻ ദ സെയിം പാർട്ടീസ്. ഇവിടെ ആരൊക്കെയാണ് സെയിം പാർട്ടീസായിട്ട് വരുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ? ഡ്രോയറും പേയിയും സെയിം പാർട്ടീസാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ. പ്രോമിസറി നോട്ടിൽ ആരൊക്കെയാണ് സെയിം പാർട്ടീസായിട്ട് വരുന്നത്? ആരൊക്കെയാണ്? ദ ഡ്രോയർ കനോട്ട് ബി ദ പേയി ആയിട്ട് ആര് വരുന്നില്ല? ഡ്രോയർ വരുന്നില്ല. പേയും ആരൊക്കെയാണ്? ഡ്രോയി ആണ് ഒരാൾ, പേറും ഡ്രോയി ആണ് എവിടെ പ്രോമിസറി നോട്ടിൽ ഒരാൾ വരുന്നത്. ഡ്രോയറും പേയും ഒരുപോലെ വരുന്നില്ല എവിടെ? പ്രോമിസറി നോട്ടിൽ. അടുത്ത ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ നെക്സ്റ്റ് 6ാമത്തെ പോയിന്റ്, എനി ലൈബിലിറ്റി ടു ദ ഡ്രോയർ എറൈസസ് ഓൺലി ഇഫ് ദ അക്സെപ്റ്റർ
അക്സെപ്റ്റർ ആണ്. എന്താണ്? എനി ലൈബിലിറ്റി ടു ദ ഡ്രോയർ അറൈസസ് ഓൺലി ഇഫ് ദ അക്സെപ്റ്റർ ഓർ അവിടെ എന്താ പറയുന്നത് 6th പോയിന്റിൽ ലൈബിലിറ്റി ആർക്കാണ്? അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാണ്. സോ ഡെറ്റർക്കാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എന്ത് വരുന്നത്? ലൈബിലിറ്റി വരുന്നത്. പ്രോമിസറി നോട്ടിലോ ദ ഡ്രോയർ ഹാസ് ദ പ്രൈമറി ലൈബിലിറ്റി ടു പേ ഡസ് നോട്ട് മീറ്റ് ദ ബില്ല്. അപ്പോൾ ഇവിടെ എന്താണ്? പ്രോമിസറി നോട്ടിൽ ഡ്രോയർക്കാണ് എന്ത് വരുന്നത്? ലൈബിലിറ്റി വരുന്നത്. എഴുതി തയ്യാറാക്കുന്ന ആൾക്കാണ് ലൈബിലിറ്റി വരുന്നത്. നെക്സ്റ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരുമ്പം 7th പോയിന്റ്, ബിൽസ് പേബിൾ ഓൺ ഡിമാൻഡ് നീഡ് നോട്ട് ബി സ്റ്റാമ്പ്ഡ്. ബിൽസ് പേബിൾ ചെയ്യുന്നത് എന്ത് ചെയ്യണ്ട? സ്റ്റാമ്പ് ചെയ്യണ്ട എന്നാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പറയുന്നത്. ബിൽസ് പേബിൾ മീൻസ് അതെന്താണ്? ബിൽസ് പേബിൾ എങ്ങനെയാണ് വരുന്നത്? ബയ്യർ തിരിച്ച് സെല്ലർക്ക് കൊടുക്കുമ്പോഴല്ലേ ബിൽസ് പേബിൾ വരുന്നത്. ബയ്യർ തിരിച്ച് സെല്ലർക്ക് കൊടുക്കുന്ന പേ ചെയ്യുവാണ്. ബയ്യർ സെല്ലർക്ക് പേ ചെയ്യുന്നതിൽ എന്ത് വേണ്ട? സ്റ്റാമ്പ് വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ പ്രോമിസറി നോട്ട് ഈസ് ഓൾവേസ് ബി സ്റ്റാമ്പ്ഡ്. പ്രോമിസറി നോട്ട് വാലിഡ് ആവണമെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കണം? സ്റ്റാമ്പ് ചെയ്തിരിക്കണം. 8th ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഇൻ കേസ് ഓഫ് ഡിസോണർ ഡ്യൂ നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് ടു ബി ഗിവൺ ടു ഡ്രോയർ. അപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഒരു ഡിസോണർ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടീസ് ആർക്കാണ് കൊടുക്കുന്നത്? ഡ്രോയർക്കാണ് കൊടുക്കുന്നത്. ഡിസോണർ മീൻസ് എന്താണ്? അത് ഹോണർ ചെയ്യുന്നില്ല, അത് ഡ്യൂ ആയിട്ടും അത് ഹോണർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ടീസ് ആർക്കാണ് പോകുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡ്രോയർക്കാണ് പോകുന്നത്. പ്രോമിസറി നോട്ട് എങ്ങനെയാണ്? നോ നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് ടു ബി ഗീവൺ ബൈ ദ ഹോൾഡർ ടു ഡ്രോയർ. അപ്പം അവിടെ എന്താണ്? അവിടെ നോട്ടീസ് ഒന്നും കൊടുക്കുന്നില്ല. ഡിസോണർ ആയാലും നോ നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് ടു ബി ഗീവൺ. പ്രോമിസറി നോട്ടിൽ ഡിസോണർ ആവുകയാണെങ്കിൽ നോട്ടീസ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പം ഇതാണ് മെയിൻ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഈ പോർഷനിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.